ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതം ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഭാഗവതം സർവവേദാന്ത സാരമാണ് എന്ന്. ഭാഗവതം ആരംഭിക്കുന്നത് ബ്രഹ്മസൂത്രങ്ങളിലെ രണ്ടാമത്തെ സൂത്രമായ ജന്മാദ്യസ്യ യഥ എന്ന സൂത്രത്തിലാണ്. ഈ സൂത്രത്തിന് ബ്രഹ്മനിർദ്ദേശക സൂത്രമായതുകൊണ്ട്, ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്ന സൂത്രമായതുകൊണ്ട് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പറയും. അപ്പോൾ ബ്രഹ്മസൂത്രങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഉപനിഷത്തുക്കളുടെ താൽപ്പര്യം സത്യമായ, ഏകമായ, അദ്വിതീയമായ വസ്തുവിനെ പ്രകാശിപ്പിക്കുകയാണ് എന്നത് ബോധിപ്പിക്കാനായിക്കൊണ്ട് വേദവ്യാസ മഹർഷി രചിച്ച സൂത്രങ്ങളാണ് ബ്രഹ്മസൂത്രങ്ങൾ. അതിൽ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്ന സൂത്രമാണ് ജന്മാദ്യസ്യ യഥ എന്നുള്ള സൂത്രം. ആ സൂത്രത്തിലാണ് ഭാഗവതത്തിൻ്റെ ആരംഭം. അത് ഭാഗവതം സർവ ഉപനിഷൽ സാരമാണ് എന്നതിനെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. ഇനി ഒടുക്കവും കാണാം പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഭാഗവതത്തിൻ്റെ വിഷയം പരമമായ സത്യം ആണ് എന്നത് ഭാഗവതം തുടക്കത്തിലെ പ്രസ്താവിച്ചു എന്നർത്ഥം. പിന്നെ അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭാഗവതത്തിൻ്റെ മഹത്വം പറഞ്ഞു, ഭാഗവതത്തിൻ്റെ പ്രയോജനം കൈവല്യമാണെന്ന് പറഞ്ഞു, ആരാണ് ഭാഗവതത്തിന് അധികാരി എന്ന് പറഞ്ഞു. ഒരു ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുബന്ധമായി 4 എണ്ണത്തെ ഉൾക്കൊണ്ടുവേണം ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനെന്നാണ്. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. ഈ ശാസ്ത്രത്തിന് താൻ അധികാരിയാണോ? ശാസ്ത്ര പഠനത്തിനുള്ള യോഗ്യത തനിക്കുണ്ടോ? അത് ചിന്തിച്ച് അധികാരി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അത് തന്നിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ശാസ്ത്ര പഠനത്തിന് ഒരുങ്ങാൻ. പിന്നെ ശാസ്ത്രത്തിൻ്റെ വിഷയം എന്താണെന്നുള്ളൊരു സാമാന്യ ധാരണ വേണം. അധികാരി, വിഷയം, പ്രയോജനം. ഈ ശാസ്ത്ര പഠനത്തിൻ്റെ പ്രയോജനം എന്താണ് എന്നുള്ള ധാരണ വേണം. ഇനി ആ പ്രയോജനത്തിലേക്ക് ഈ ശാസ്ത്രം എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്, സമ്യക്കാവും വണ്ണം പ്രയോജനത്തിലേക്ക് ശാസ്ത്ര പഠനം എങ്ങനെ നമ്മെ ബന്ധിപ്പിക്കുന്നു എന്നതും അറിയണം. ഇവിടെ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ, ആമുഖ ശ്ലോകങ്ങൾ, ഈ അനുബന്ധ ചതുഷ്ടയത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഭാഗവതത്തിൻ്റെ വിഷയം എന്താണ്, ഭാഗവതത്തിന് ആരാണ് അധികാരി, ഭാഗവതത്തിൻ്റെ പ്രയോജനം എന്താണ് എന്നതൊക്കെ പ്രകാശിപ്പിച്ചതിന് ശേഷം ഇനി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നൈമിശാരണ്യം എന്ന സ്ഥലത്ത് വെച്ചാണ് ഭാഗവതം എന്നല്ല ഒട്ടുമിക്ക പുരാണങ്ങളും ആരംഭിക്കുന്നത്. ഒട്ടുമിക്ക പുരാണങ്ങളുടെയും തുടക്കം നോക്കിക്കഴിഞ്ഞാൽ നൈമിശാരണ്യത്തിൽ സൂതശൗനക സംവാദ രൂപേണ തുടങ്ങുന്നത് കാണാം. ശൗനകാദി മഹർഷിമാർ ദീർഘകാല സത്രം ആരംഭിച്ചു എന്നാണ് നൈമിശാരണ്യത്തിൽ വെച്ചിട്ട്. നൈമിശാരണ്യത്തിൽ വെച്ച് എന്ന് പറയുമ്പോൾ
ഈ നൈമിഷാരണ്യത്തെ ബ്രഹ്മാവ് നിർദ്ദേശിച്ചതാണ് എന്നാണ്. ഈ ശൗനകാദി മഹർഷിമാരൻ കലികാല ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാനായി ഒരു ദീർഘകാല സത്രം ഞങ്ങൾക്ക് നടത്തണം, സത്രത്തിൽ തന്നെ ഇരിക്കണം, ഭഗവത് ചിന്തയിൽ തന്നെ ഇരിക്കണം, അതിന് അനുയോജ്യമായൊരു സ്ഥലം നിർദ്ദേശിച്ചു തരാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു എന്നാണ്. ബ്രഹ്മാവ് ഇന്ന സ്ഥലത്ത് പോയിട്ട് സത്രം നടത്തിക്കോളൂ എന്ന് പറയുകയല്ല ഉണ്ടായത്, മറിച്ച് തൻ്റെ കയ്യിലൊരു ചക്രം, ആ ചക്രം ഉരുട്ടി വിട്ടു കൊടുത്തു എന്ന്. ഈ ചക്രത്തിൻ്റെ ഉരുളൽ നിന്ന് ഈ ചക്രം എവിടെ പൊടിഞ്ഞ് മണ്ണോട് ചേരുന്നോ അവിടെ സത്രം തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ഉരുണ്ടുപോകുന്ന ചക്രത്തെ പിന്തുടർന്നുകൊണ്ട് ശൗനകാദി മഹർഷിമാർ ഈ ചക്രം ഒരു സ്ഥലത്തെത്തിയ സമയത്ത് അതിൻ്റെ ഉരുളൽ നിന്ന് അത് വീണു, മണ്ണിൽ പൊടിഞ്ഞു ചേർന്നു. ചക്രത്തിന് നേമി എന്ന് പര്യായം. നേമി ശീർണമായ സ്ഥലം നൈമിഷാരണ്യമായി. ഇതൊരു കഥ. ഇനിയും വരാഹപുരാണത്തിലൊക്കെ വേറൊരു കഥ കാണാം. ഒരു നിമിഷ സമയം കൊണ്ട് ഭഗവാൻ അസുരന്മാരെ ദേവന്മാർക്കായി നിഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ നിമിഷ സമയം കൊണ്ട് ഭഗവാൻ അസുര നിഗ്രഹം ചെയ്ത സ്ഥലം നൈമിഷാരണ്യം ആയി എന്നാണ്. അപ്പോൾ നൈമിഷാരണ്യം രണ്ടും ഒരു പ്രദേശം തന്നെ. ഇനിയും താത്വികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ തിരിയുന്ന ചക്രത്തിൻ്റെ തിരിയൽ നിന്ന് ആ ചക്രം തീർത്തും പൊടിഞ്ഞ് തീർന്നാലാണ് ഭാഗവതം ആരംഭിക്കുക. അവിടെ ഏതൊന്നാണ് ആ തിരിയുന്ന ചക്രം? അഹന്തയാകുന്ന, അഭിമാനമാകുന്ന ചക്രം. അതെപ്പോൾ ആ തിരിയൽ നിന്ന് അഹന്ത, അഭിമാനം തീർത്തും ഇല്ലാതെയാകുന്നോ, മനസ്സ് സമാഹിത സ്ഥിതിയെ പ്രാപിക്കുന്നുവോ അവിടെ ഭാഗവതം ആരംഭിക്കും എന്നർത്ഥം. ഈ ഒരു താത്വിക തലത്തിലും ഈ കഥയെ നമുക്ക് നോക്കിക്കാണാം. ഈ നൈമിഷാരണ്യത്തിൽ ഭാഗവതം, മറ്റു പുരാണങ്ങളൊക്കെ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സൂതനാണ്. കേൾക്കുന്നവർ ശൗനകാദി മഹർഷിമാരാണ്. ഈ സൂതൻ ഒരു ജാതി പേരാണ്, ഒരു പേരല്ല, ഒരു ജാതിയുടെ പേരാണ്. അന്നത്തെ വ്യവസ്ഥയിൽ നിന്ന് ആലോചിക്കുമ്പോൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമല്ല. ക്ഷത്രിയ പുരുഷന് ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായ മകനാണ് സൂതൻ എന്നാണ്. പ്രതിലോമ വിവാഹത്തിൽ ജനിച്ച പ്രതിലോമ സന്താനമാണ്. അപ്പോൾ അന്നത്തെ വ്യവസ്ഥയിൽ ഈ 4 വർണ്ണത്തിലും പെടില്ല, ജാതിയിൽ താഴ്ന്നയാളാണ്. ഈ ജാതിയിൽ താഴ്ന്ന സൂതനാണ് ബ്രഹ്മർഷിമാരായ ശൗനകാദി മഹർഷിമാർക്ക് ധർമ്മശാസ്ത്രങ്ങൾ, ഭാഗവതാദി പുരാണങ്ങളൊക്കെ ഉപദേശിക്കുന്നത്. തങ്ങൾ ചെയ്തു വരുന്ന സത്രത്തിലേക്ക് ഈ സൂതൻ വന്നു കയറിയപ്പോൾ ജാതിയിൽ താഴ്ന്നവനെന്ന് കണ്ട് മാറ്റി നിർത്തുകയല്ല ശൗനകാദി ബ്രഹ്മർഷിമാർ ചെയ്തത്, മറിച്ച് ഇദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് എണീറ്റ് ചെന്ന് സ്വീകരിച്ച് കാല് കഴുകിച്ച് ഉന്നതമായ പീഠത്തിൽ സൂതനെ ഇരുത്തി താഴെ വിനയത്തോടുകൂടി അവരിരുന്ന് സൂതനോട് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നു. ആ സംശയങ്ങൾക്ക് മറുപടിയായി സൂതൻ ഇതിഹാസ പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഉപദേശിക്കുന്നു. ഇതിൽ നിന്ന് എന്തുകൂടെ നമുക്ക് മനസ്സിലാക്കാം? ഇതാണ് ഭാരതത്തിൻ്റെ മഹിതമായ പാരമ്പര്യം. ജ്ഞാനത്തെ, അറിവിനെ മാനിച്ചു വന്ന പാരമ്പര്യമാണ് നമ്മുടേത് എന്നർത്ഥം. ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ പ്രായത്തിൻ്റെയോ അങ്ങനെയുള്ള ബാഹ്യങ്ങളായ ഒന്നിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഇവിടെ ഒരാളെ മാനിച്ചു വന്നത്, മറിച്ച് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഒക്കെ ഇടക്കാലത്തുണ്ടായതാണ്. അടിസ്ഥാനപരമായി ഒരു വിവേചനവും ഇല്ല എന്നർത്ഥം. ജാതി വിവേചനമോ ലിംഗവിവേചനമോ പ്രായവിവേചനമോ ഒന്നുമില്ല.
ജാതി വിവേചനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സൂതനെ ശൗനകാദി മഹർഷിമാരിങ്ങനെ സ്വീകരിക്കില്ല. വേദവ്യാസ മഹർഷിയും നമുക്കറിയാം മുക്കുവസ്ത്രീയുടെ മകനാണ്. വേദവ്യാസ മഹർഷിയുടെ പിതാവായ പരാശര മഹർഷിയും ശൂദ്രസ്ത്രീയുടെ മകനാണ്. ഇവരൊക്കെ പുരാണ ആചാര്യന്മാരാണ്. അപ്പോൾ ജന്മം നോക്കി ആളെ അളക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. മഹാഭാരതത്തിൽ ഇറച്ചിവെട്ടുകാരൻ ബ്രാഹ്മണൻ ഉപദേശിക്കുന്നത് കാണാം. പ്രസിദ്ധമായ വ്യാധഗീത ഉപദേശിക്കുന്നത് ഇറച്ചിവെട്ടുകാരനാണ്, ഉപദേശം കേൾക്കുന്നതോ ബ്രാഹ്മണനാണ്. അപ്പോൾ അവിടെ ജന്മത്തിൻ്റെ ജാതിയുടെ അടിസ്ഥാനത്തിലൊരു വിവേചനമുണ്ടോ? ഇല്ല. ഇനി ലിംഗവിവേചനമുണ്ടോ? സ്ത്രീയെ ഒന്ന് രണ്ടാമതായി കാണുക, ഒരു പുരുഷ മേധാവിത്വം, അതൊക്കെ ഉണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ ലവലേശം ഇല്ലയെന്ന് മനസ്സിലാവും. പുരുഷന് തുല്യമായ അത്രയും പോരാ. ചിലയിടത്ത് പുരുഷനില്ലാത്ത വിശേഷാധികാരങ്ങൾ പോലും സ്ത്രീക്ക് കൽപ്പിച്ച് നൽകിയത് നമുക്ക് കാണാൻ കഴിയും വേദങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ. ആധുനിക ചരിത്രം പഠിക്കുമ്പോൾ പോലും വേദിക് പീരീഡിൽ, വൈദിക കാലഘട്ടത്തിൽ സ്ത്രീ അനുഭവിച്ച സ്വാതന്ത്ര്യവും ഔന്നത്യവും ഇക്കാലത്ത് പോലും ഇല്ല എന്ന് ആധുനിക ചരിത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട്. വേദങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അവിടെ വേദമന്ത്രങ്ങളുടെ ദ്രഷ്ടാക്കളാണ് ഋഷികൾ. പുരുഷന്മാരായ ഋഷികളെ മാത്രമല്ല വേദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക, മറിച്ച് ലോപാമുദ്രയെപ്പോലുള്ള ഋഷികകളെ വേദങ്ങളിൽ നമുക്ക് കാണാം. ഗാർഗിയെപ്പോലുള്ള, മൈത്രിയെപ്പോലുള്ള ബ്രഹ്മവാദിനികളെ വേദങ്ങളിൽ നമുക്ക് കാണാം. ഭർത്താവിന് വേണ്ടി യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ കാല് മുറിഞ്ഞു പോയ സമയത്ത് ഇരുമ്പ് കാല് ഫിറ്റ് ചെയ്ത് വന്ന് യുദ്ധം ചെയ്യുന്ന യോദ്ധികളായ സ്ത്രീകളെ നമുക്ക് വേദങ്ങളിൽ കാണാം. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ലിംഗവിവേചനം അല്പം പോലും നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇല്ല എന്നർത്ഥം. ഇനി പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനം ഉണ്ടോ? ഒട്ടുമില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ശ്രീശുക ബ്രഹ്മർഷി വരുന്നത്. ഭാഗവതം ഉപദേശിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിക്ക് എത്രയാ വയസ്സ്? 16 വയസ്സാണ്. എന്നപ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറയുകയാണെങ്കിൽ +1 പഠിക്കുന്ന പ്രായം, SLC കഴിഞ്ഞ് +1 എത്തുമ്പോഴല്ലേ 16 വയസ്സ്. ഈ +1 പഠിക്കുന്ന പ്രായത്തിലുള്ള ശ്രീശുക ബ്രഹ്മർഷി ആ ഗംഗാതീരത്തേക്ക് വന്ന് കയറിയപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയുടെ മുത്തശ്ശൻ എണീറ്റ് നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. ആരാ ശ്രീശുക ബ്രഹ്മർഷിയുടെ മുത്തശ്ശൻ? ശ്രീശുക ബ്രഹ്മർഷിയുടെ മുത്തശ്ശൻ ആരാ നമുക്കറിയാം. അച്ഛനാരാണ്? വേദവ്യാസ മഹർഷി. വേദവ്യാസ മഹർഷിയുടെ അച്ഛനാരാണ്? പരാശര മഹർഷി. പരാശര മഹർഷിയുടെ മുത്തശ്ശൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അതാരാ പരാശര മഹർഷിയുടെ മുത്തശ്ശൻ? പരാശര മഹർഷിയുടെ അച്ഛൻ ശക്തി മഹർഷി. ശക്തി മഹർഷിയുടെ അച്ഛൻ വസിഷ്ഠ മഹർഷി. അത്ര്യർ, വസിഷ്ഠ, ച്യവന, ശരദ്വാൻ അവിടെ പറയുന്നുണ്ട്. വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാർ അവിടെ ഉണ്ടായിരുന്നു. ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ട സമയത്ത് അവരൊക്കെ എണീറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം പേരക്കുട്ടിയെ കണ്ട സമയത്ത് എണീറ്റ് നിന്നിട്ടുണ്ട്. മുത്തശ്ശൻ എണീറ്റ് നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വിവേചനങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു എന്നർത്ഥം. ഇനി കഥ പറഞ്ഞു കൊടുക്കുന്ന സൂതൻ, ഭാഗവതം ഉപദേശിക്കുന്ന സൂതൻ ഉഗ്രശ്രവസാണ്. ഈ സത്രം ആരംഭിച്ച സമയത്ത് ഈ ഉഗ്രശ്രവസ് ആയിരുന്നില്ല കേട്ടോ, രോമഹർഷണനായിരുന്നു. ഈ പേരുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. രോമഹർഷണൻ അഥവാ ലോമഹർഷണൻ രണ്ടും ഒന്ന് തന്നെയാണ്. ഭഗവാന്റെ കഥ പറയുമ്പോഴും കേൾക്കുമ്പോഴും ലോമഹർഷണം ഉണ്ടാകുന്നയാൾ, രോമഹർഷണം, രോമാഞ്ചം ഉണ്ടാകുന്നയാളാണ് ലോമഹർഷണൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് ഭാഗവതം ഉപദേശിച്ച് തരുന്ന സൂതൻ ഉഗ്രശ്രവസ്. ആരാണ് ഉഗ്രശ്രവസ്? ഉഗ്രമായ ശ്രവണശക്തിയോട് കൂടിയ ആൾ, നല്ലവണ്ണം കേൾക്കാൻ കഴിവുള്ളയാൾ. ഈ കേൾക്കലാ പ്രധാനം. കേൾക്കലാണ് പ്രാഥമികവും ഏറ്റവും പ്രധാനവുമായ സാധനം. പ്രഹ്ലാദൻ
നവധാഭക്തി പറയുന്ന സമയത്ത് ആദ്യം പറഞ്ഞതെന്താ? ശ്രവണം. ഇനി ഉപനിഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഉപദേശിക്കുന്ന ഭാഗമുണ്ടല്ലോ, യാജ്ഞവൽക്യ മഹർഷിയുടെ ഉപദേശം. അവിടെ എന്താ പറയുന്നത്? ആത്മാ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ശ്രവണം, മനനം, നിധിധ്യാസം. അപ്പം നല്ലവണ്ണം കേൾക്കാൻ കഴിവുള്ളയാൾ, ശ്രദ്ധാപൂർവം ഗുരുനാഥനിൽ നിന്നും ശാസ്ത്രം കേട്ട് ഉറച്ചയാൾ, ഉഗ്രശ്രവസ്. ഇനി വേറൊരർത്ഥവും പറയാം. ഉഗ്രം എന്ന പദത്തിന് ഉഗ്രനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം. ആരാണ് ഉഗ്രൻ? ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. അവിടെ ആരാണ് ഉഗ്രൻ? നരസിംഹമൂർത്തിയായ ഭഗവാൻ. അപ്പോൾ നരസിംഹമൂർത്തിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഉഗ്രം എന്ന ശബ്ദത്തിന് നൃസിംഹതാപനീയോപനിഷത്ത് എന്നർത്ഥം. 108 ഉപനിഷത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് നൃസിംഹതാപനീയോപനിഷത്ത്. ഈ നൃസിംഹതാപനീയോപനിഷത്ത് പഠിച്ച് അതിൽ വിദ്വാനായിട്ടുള്ളയാൾ എന്നർത്ഥം. അതുമാത്രം പോരാ, ഈ നൃസിംഹതാപനീയോപനിഷത്തിനെ ഉപലക്ഷണമായി എടുത്ത് ഉപനിഷത്തുക്കളൊക്കെ വേദവ്യാസ മഹർഷി തുടങ്ങിയ ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ച് ആ ഉപനിഷത് ജ്ഞാനം ഉറച്ചയാൾ എന്നർത്ഥം. ഈ ഉഗ്രശ്രവസാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സൂതന് നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഇടത്താണ് സൂതനെ നമ്മൾ കാണുക. പ്രധാനമായിട്ടും ഒന്ന് നൈമിശാരണ്യത്തിൽ കഥ പറഞ്ഞു കൊടുക്കുന്നയാളായിട്ട്, പിന്നെ നമ്മൾ കാണുക യുദ്ധക്കളത്തിൽ കുതിരയെ തെളിക്കുന്ന, തേര് തെളിക്കുന്നയാളായിട്ടാണ്. അപ്പോൾ ഈ യുദ്ധക്കളത്തിൽ തേര് തെളിക്കുന്ന സൂതൻ തന്നെയാണ് ഇതിഹാസ പുരാണങ്ങൾ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു കൽപ്പനയുടെ പിന്നിൽ ഒരർത്ഥമുണ്ട്. എന്താണത്? ഇതിഹാസ പുരാണങ്ങൾ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് സൂതൻ ചെയ്യുന്നത് ഒരു തേര് തെളിക്കൽ തന്നെയാണ്. അത് ഏതൊരു തേര് തെളിക്കലാണ് എന്നറിയാൻ കഠോപനിഷത്തിലേക്ക് പോകണം. അവിടെ ഒരു രഥകൽപ്പനയുണ്ടല്ലോ. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹു. അപ്പോൾ അവിടെ രഥി ആരാണ്? ഈ രഥത്തിൻ്റെ ഉടമസ്ഥൻ രഥി ആത്മാവാണ്. ആത്മാനം രഥിനം വിദ്ധി, ശരീരം ആണ് രഥം. സാരഥി സൂതനാരാണ്? ബുദ്ധിയാണ്. പിന്നെ മനസ്സാണ് കടിഞ്ഞാൺ, ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ആ ആത്മസാക്ഷാത്കാരമായ ലക്ഷ്യത്തിലേക്ക് ബുദ്ധി ഉറയ്ക്കണം. ആ ബുദ്ധി ആത്മസാക്ഷാത്കാരമാകുന്ന ലക്ഷ്യത്തിലേക്ക് ഉറച്ചാൽ ബുദ്ധിയുടെ കയ്യിൽ മനസ്സ് കടിഞ്ഞാൻ, മനസ്സ് ബുദ്ധിയുടെ നിയന്ത്രണത്തിലാവും. ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാഭിമുഖമാവും. ഈ നിശ്ചയമുണ്ടായാൽ, ബുദ്ധി എന്ന് വെച്ചാൽ നിശ്ചയമാണല്ലോ, നിശ്ചയാത്മികയായ അന്ധകരണ വൃത്തിയാണല്ലോ ബുദ്ധി. അപ്പോൾ നിശ്ചയിച്ചാൽ, ഉറപ്പിച്ചാൽ ഈ ജന്മം കിട്ടുന്നത് സത്യസാക്ഷാത്കാരത്തിനായി. എന്തു വന്നാലും പരമമായ സത്യത്തെ ഈ ശരീരമാകുന്ന ഉപകരണം കൊണ്ട് ഉപാസനകൾ ചെയ്ത് ഞാൻ സാക്ഷാത്കരിക്കും എന്ന ദൃഢമായ നിശ്ചയം തന്നെ ബുദ്ധി. ആ നിശ്ചയം വന്നു കഴിഞ്ഞാൽ മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ ആ നിശ്ചയത്തിന് കീഴിലാവും, ഒക്കെ ആത്മാഭിമുഖമാവും. യാത്ര ആത്മസാക്ഷാത്കാരത്തിലേക്കാകും. അപ്പോൾ ഈ ഇതിഹാസ പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ നിശ്ചയം സംഭവിക്കേണ്ടതെന്താണ്? ഈ ഒരു നിശ്ചയം ഉണ്ടാകുക എന്നതാണ്. ബുദ്ധി ആത്മാഭിമുഖമാകുക എന്നതാണ്. ശ്രവണത്തിലൂടെ സംഭവിക്കുന്നത് അതാണ്. അതേ വേണ്ടതുള്ളൂ. ശ്രദ്ധ സത്യത്തിലേക്ക് അഭിമുഖമാവുകയേ വേണ്ടൂ. നേടേണ്ടതല്ല, സിദ്ധമാണ്. ഇന്ന് പുറമെ കിടക്കുന്നതുകൊണ്ടാണ് സ്വരൂപമായ സിദ്ധമായ വസ്തു പ്രകാശിക്കാത്തത്. എന്ത് പുറമെ കിടക്കുന്നതുകൊണ്ട്? ബുദ്ധി അഥവാ ശ്രദ്ധ ഇന്ദ്രിയങ്ങളിലൂടെ ബഹിർമുഖമായി വിഷയങ്ങളിൽ
പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് സ്വരൂപമായ സദ്വസ്തു അപ്രകാശിതമായി നിൽക്കുന്നത്. എപ്പോൾ ശ്രദ്ധ പുറമെ നിന്നും വേർതിരിയുന്നുവോ, പരമമായ സത്യത്തിലേക്ക് ഉറയ്ക്കുന്നുവോ, അവിടെ സത്യപ്രകാശം, സത്യാനുഭൂതി. അപ്പോൾ ഈ ഇതിഹാസ പുരാണങ്ങളുടെ ശ്രവണം എന്താ ചെയ്യുന്നത്? ബഹിർമുഖങ്ങളായ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അവിടെ നിന്നും പിടിച്ച് വലിച്ച് സത്യത്തിലേക്ക് അഭിമുഖമാക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ സൂതപൗരാണികനോട് ശൗനകാദി മഹർഷിമാർ 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പുരുഷന്മാരുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ പരമമായ ശ്രേയസ്, പുംസാം ഏകാന്തത ശ്രേയ തന്നെ ശംസിതുമരുഹസി. പുരുഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം പുരത്തിൽ ശയിക്കുന്നവൻ എന്നർത്ഥത്തിൽ, ഈ സന്ദർഭത്തിൽ ജീവൻ എന്നർത്ഥം. അപ്പോൾ ജീവൻ്റെ പരമമായ ശ്രേയസ്സിനെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും. ജീവൻ്റെ പരമമായ ശ്രേയസ് എന്താണ്? സത്യസാക്ഷാത്കാരമാണ്, സ്വരൂപ സാക്ഷാത്കാരമാണ്. അതിന് പ്രാഥമികമായി ജീവൻ ജീവതലത്തിൽ നേടിയെടുക്കേണ്ടത് എന്താണ്? പ്രാഥമിക യോഗ്യത എന്താണ്? അന്ധക്കരണ ശുദ്ധിയാണ്. മാർഗം ആത്മവിചാരം, ബ്രഹ്മവിചാരം, നിരന്തരവും ഏകാഗ്രവുമായ സത്യവിചാരം മാത്രമാണ് സത്യസാക്ഷാത്കാരത്തിനുള്ള വഴി. ഈ നിരന്തരവും ഏകാഗ്രവുമായ ആത്മവിചാരം സാധിക്കണമെങ്കിൽ മനസ്സ് സത്വസമ്പന്നമാവണം, മനസ്സ് ശുദ്ധമാവണം. ഇപ്പം രണ്ടാമത്തെ ചോദ്യം അതാണ്. ആത്മപ്രസാദം, അന്ധക്കരണ ശുദ്ധി അതെങ്ങനെയാണ് സാധിക്കുക? ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനി അന്ധക്കരണ ശുദ്ധി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു, അന്ധക്കരണം ഈശ്വരാഭിമുഖമാവുക. അതിനെന്താ വേണ്ടത്? ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭക്തന്മാരിൽ നിന്ന്, മഹാത്മാക്കളിൽ നിന്ന്. അതിൽ തന്നെ ഭഗവാന്റെ കൃഷ്ണനായി അവതരിച്ചിട്ടുള്ള കഥകൾ, കൃഷ്ണകഥകൾക്ക് കൂടുതൽ കഴിവുണ്ടെന്നാണ് പറയാം. ഇന്ദ്രിയ മനസ്സുകളെ ആകർഷിക്കാൻ. അതാണല്ലോ കൃഷ്ണൻ ആ പേരേ വന്നത്, ആകർഷിക്കുന്നവൻ എന്ന പേര് വന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം ഭഗവാന്റെ കൃഷ്ണാവതാരത്തെക്കുറിച്ച്. പിന്നെ ഭഗവാന്റെ അത്ഭുതകരങ്ങളായ ലീലകൾ കൃഷ്ണനായിട്ട് അവതരിച്ചിട്ട് ഭഗവാൻ നമുക്ക് കേൾക്കാനും പറയാനും തദ്വാര മനസ്സ് ഭഗവാനിൽ തന്നെ സദാ വയ്ക്കാനും വേണ്ടി കുറേ ലീലകൾ ആടിയെന്നാണ്. ഇനിയിപ്പം കുന്തിദേവി അതാ പറയുന്നത്, നമുക്ക് കേൾക്കാതെ. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ലീലകളൊക്കെ? നമുക്ക് കേൾക്കാൻ, സ്മരിക്കാൻ, അതുവഴി മനസ്സ് ഭഗവാനിൽ സദാ നിർത്താൻ. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകൾ പറഞ്ഞു തരും, ഭഗവാന്റെ അന്യ അവതാരങ്ങളെപ്പറ്റി പറഞ്ഞു തരും. പിന്നെ അവസാനത്തെ ചോദ്യം, ഇപ്പം ദ്വാപരയുഗം കഴിഞ്ഞു, കലികാലം തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ പോരെ, തുടങ്ങി. ഈ കലികാലത്തിൽ ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ ധർമ്മത്തെ പാലിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു ഇവിടെ. ഈ കലികാലത്തിൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ധർമ്മം എന്തിനെ ആശ്രയിച്ച് എന്തിൽ നിൽക്കും? ഇങ്ങനെയുള്ള 6 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഭാഗവതമാണ് ഉപദേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഭാഗവതം ലഭിച്ചത് ഏതേത് ഗുരുക്കന്മാരിൽ നിന്നാണോ ആ ഗുരുക്കന്മാരെയൊക്കെ 2 ശ്ലോകങ്ങളെ കൊണ്ട് നമസ്കരിച്ചു. ഈ 2 ശ്ലോകങ്ങൾ ശ്രീശുക ബ്രഹ്മർഷിയെയും വേദവ്യാസ മഹർഷിയെയും നമസ്കരിക്കുന്ന ശ്ലോകങ്ങളാണ് എന്നാണ് പറയുക. യം പ്രവ്രജന്തം അനുഭേദം അഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതും തം സർവബോധഹൃദയം മുനിം ആനദോസ്മി. സർവബോധഹൃദയനായ മുനിയെ നമസ്കരിക്കുന്നു. ഏതൊരു ശ്രീശുക ബ്രഹ്മർഷിയുടെ വിയോഗം മൂലം വിരഹാർത്തനായ വേദവ്യാസ മഹർഷി മകനെ ചൊല്ലി പുത്ര എന്ന് വിളിച്ചപ്പോൾ ചുറ്റിനുള്ള വൃക്ഷങ്ങൾ ശ്രീശുക ബ്രഹ്മർഷിയുടെ സർവബോധ ഹൃദയത്വം നിമിത്തം വിളി കേട്ടുവോ അത്ര കണ്ട് പ്രപഞ്ചവുമായി പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ച, സർവത്തിലും അകവും പുറവും തിങ്ങി പ്രകാശിക്കുന്നത് അഖണ്ഡമായ സച്ചിദാനന്ദബോധം, അന്യമായി ഒന്നില്ല എന്നുള്ള കേവലമായ അവസ്ഥയിൽ സദാ നിൽക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. കരുണയാഹ പുരാണഗുഹ്യം,
ഈ അജ്ഞാനത്തെ നീക്കുന്ന വിജ്ഞാനദീപമായ ഭാഗവതം സംസാരികളായ നമുക്കായി ശ്രീ ശുകബ്രഹ്മർഷി ഉപദേശിച്ചു. എന്തിനു വേണ്ടിയിട്ട്? പേര് കിട്ടാനോ പ്രശസ്തി കിട്ടാനോ ദക്ഷിണ കിട്ടാനോ ഒന്നിനു വേണ്ടിയല്ല. പിന്നെയോ കരുണയാഹ, സംസാരികളോടുള്ള കരുണ കൊണ്ട്. ഈ ജീവൻ മുക്തരായ മഹാത്മാക്കൾക്ക് കരുണ എന്നത് സ്വഭാവമാണ്. ലോകത്തെ തന്നിൽ നിന്നും ഭിന്നമായി കണ്ട് ലോകത്തിൻ്റെ ദുഃഖം കണ്ട്, നമുക്കൊക്കെ അന്യൻ്റെ ദുഃഖം കണ്ടുണ്ടാകുന്ന സഹാനുഭൂതിയാണ് നമ്മളിൽ കരുണയായി പ്രകാശിക്കുക എങ്കിൽ, അങ്ങനെയല്ല മഹാത്മാക്കൾക്ക്. നമുക്ക് അന്യനില്ല, അവർക്ക് ദുഃഖിക്കുന്നവനും ഞാനും ഇല്ല, ഒന്നേ ഉള്ളൂ. ആ അദ്വൈത തലത്തിൽ അവർക്ക് ലോകത്തോട് കാരുണ്യം അവരിൽ കാണുന്നുവെങ്കിൽ എന്തേ മറുപടിയുള്ളൂ? ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നത് കാണാം, വസന്തവൽ ലോകഹിതം ചരന്ത. അപ്പം വസന്തം ലോകത്തിന് ഹിതം നൽകുന്ന കാലമാണ്. ഈ വസന്തം ലോകത്തിന് ഹിതം നൽകുന്നത്, ലോകത്തിന് കുറച്ച് സുഖം ഞാൻ കൊടുക്കുകയാണ് എന്നുള്ള അഭിമാനത്തോടു കൂടിയ, അങ്ങനെയല്ല, അത് വസന്തത്തിൻ്റെ സ്വഭാവമാണ്. ഇതേപോലെ മഹാത്മാക്കളുടെ സ്വഭാവമാണ് കാരുണ്യം എന്നർത്ഥം. ആ കാരുണ്യത്തോടുകൂടി ഭാഗവതം ഉപദേശിച്ചു തന്ന ശ്രീ ശുകബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ്, എന്താണ് ചിത്തശുദ്ധിക്കുള്ള മാർഗം എന്നല്ലേ ചോദിച്ചത്? ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, അഹേതുകി അപ്രതിഹത ഭക്തി. ഭഗവാനിലുള്ള അഹേതുകിയും അപ്രതിഹതയുമായ ഭക്തി. അപ്പം ഭക്തിയാണ് മാർഗം. ലക്ഷ്യം തത്വസാക്ഷാത്കാരം, സത്യസാക്ഷാത്കാരം. മാർഗം ഭക്തി. ആ ഭക്തിയെ മാർഗമായി പറയുമ്പോൾ ഭാഗവതം 2 വിശേഷണങ്ങൾ ഭക്തിക്ക് കൽപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അഹേതുകി അപ്രതിഹത, നിരുപാധികമായ നിസ്വാർത്ഥയായ ഭക്തി. ഒരു ഹേതുവും കൂടാതെ ഭഗവാനിലുള്ള പ്രേമം, അല്ലെങ്കിൽ ഒന്ന് പ്രേമമാകുന്നത്, പരമപ്രേമമാകുന്നത് അത് അഹേതുകിയാകുമ്പോഴാണ്. ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷ വെച്ചാണ് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് സ്നേഹമെങ്കിൽ, പ്രേമമെങ്കിൽ അത് പരമപ്രേമമല്ല. അപ്പോൾ ഭഗവാനിലുള്ള പരമപ്രേമം ചിത്തത്തെ ശുദ്ധമാക്കും, ശാന്തമാക്കും. അപ്പോൾ ഈ പരമപ്രേമം ഉണ്ടാകാൻ എന്താ വഴി? പരമപ്രേമമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുക, ഭക്തരുടെ കൂടെ നിൽക്കുക, മഹാത്മാക്കളുടെ കൂടെ നിൽക്കുക. അപ്പോൾ നമ്മളങ്ങ് നേരെ ആയിക്കോളുന്നതാണ്. ഈ ആചാര്യന്മാർ പറയുന്നൊരു രസകരമായ ഉദാഹരണമുണ്ട്. ഉണങ്ങിയ വിറക് അടുപ്പിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പം കൂടെ നനഞ്ഞ വിറക് വെച്ച് കൊടുത്താൽ അതും കൂടെ അങ്ങ് കത്തിക്കോളുന്നതാണ്. ഇതേപോലെ മഹാത്മാക്കളുടെ കൂടെ നമ്മളങ്ങ് കൂടിക്കഴിഞ്ഞാൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, അങ്ങ് നന്നായിക്കോളുന്നതാണ്. ഇപ്പോൾ സത്സംഗം വഴി ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കഴിയും. ആ കഥകളിലൂടെ ഭഗവാന്റെ മഹിമ അറിയുന്നതിനനുസരിച്ച് ഭഗവാനോട് ഭക്തി ആദരവുണ്ടാവും. അത് കൂടിക്കൂടി വരും, ചിത്തം ഭഗവാനിൽ ഉറയ്ക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ഉപനിഷൽ മന്ത്രം തന്നെ ഭാഗവത് അവിടെ എടുത്തു പറഞ്ഞു. ഹൃദയഗ്രന്ഥി, ഈ വിഷയങ്ങളിൽ പെട്ടുകിടക്കുന്ന ആ കെട്ടുപാടുകളൊക്കെ അഴിയും, സംശയങ്ങളൊക്കെ തീരും, കർമ്മങ്ങളൊക്കെ അവസാനിക്കും. കാരണം കർമ്മത്തിന് കാരണം കാമമാണ്. കാമത്തിന് കാരണം ഞാൻ അപൂർണനാണ്, എനിക്കെന്തൊക്കെയോ കിട്ടണം എന്നുള്ള ചിന്തയാണ്. താൻ സച്ചിദാനന്ദം തന്നെയാണ് തൻ്റെ രൂപം. പരിപൂർണമായ അനൽപമായ ഭൂമാവായ ആനന്ദമാണ് തൻ്റെ സ്വരൂപം എന്ന തികവിൽ നിറവിൽ ഇരിക്കുന്നയാളിൽ കാമത്തിന് ശേഷിപ്പുണ്ടോ? എന്തെങ്കിലും വേണോ? ഇല്ല. കാമല്ലെങ്കിലോ എന്തില്ല? ക്ഷീയന്തേ ചാസ്യ കർമാണി, കർമ്മമില്ല. സംശയമുണ്ടോ? ഇല്ല. പരമമായ ജ്ഞാനം സ്വരൂപമായി പ്രകാശിക്കുന്നവനിൽ എവിടെയാണ് സംശയം? ആ തലത്തിലേക്ക് ഭക്തി സ്വാഭാവികമായി സാധകനെ എത്തിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ തൻ്റെ മായയെ സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തെ പ്രകടമാക്കി. ഈ പ്രപഞ്ചത്തെ നിലനിർത്താനായി അനേകം അവതാരങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ആ അവതാരങ്ങളെയൊക്കെ ഒന്ന് 3-ാമത്തെ അധ്യായത്തിൽ എടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ ഭഗവാൻ പ്രപഞ്ചത്തെ തന്നിൽ നിന്നും സൃഷ്ടിക്കുന്നു, നിലനിർത്തുന്നു, അവതാരങ്ങൾ എടുക്കുന്നു, ലീലകളാടുന്നു. ഇതൊക്കെ ഈ ഘ്രാണഭക്ഷണം എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയാം. ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ എന്താണ്? വിദ്യ കർത്താരമവ്യയം. ഇതിൻ്റെയൊക്കെ
അകർത്താവുമാണ്. ഇതൊക്കെ ഉണ്ട്, പലതും ഉണ്ട് എന്നുള്ള അനുഭവം നമുക്ക് ഉണ്ടെങ്കിൽ അതിന് കാരണം ഭഗവാന്റെ ശക്തിയായ മായയാണ്. ശരിക്കും മായ ഭഗവാൻ എന്ന രണ്ടുണ്ടോ? ഇല്ല, ഒന്നേ ഉള്ളൂ. രണ്ടുണ്ടെന്നുള്ള അനുഭവത്തിൽ ആ രണ്ടിനൊരു തൃപ്തി നമുക്ക് വേണമല്ലോ. രണ്ടിന് കാരണം എന്താണ്? അത് ഭഗവാന്റെ അനന്യശക്തിയായ മായയാണ് എന്നപ്പോൾ പറയുന്നു. തീയിൻ്റെ ചൂട് എൻ്റെ കൈ പൊള്ളിച്ചു എന്ന് പറയുന്ന പോലെ തീയും ചൂടും ഭിന്നങ്ങളല്ല നമുക്കറിയാം. ഇതേപോലെ ഭഗവാന്റെ അനന്യയും അഭിന്നയുമായ ശക്തിയും ആ ഭഗവാനിൽ, ഭഗവാനാകുന്ന ആ സച്ചിദാനന്ദ ബോധത്തിൽ ഉണ്ടാക്കുന്ന എന്താണ് ഒരു അലാന്നോ, ഈ തിരമാലകൾ ഉണ്ടാകുന്നതിൻ്റെ തുടക്കം ഒരു അല ഉണ്ടാവലാണല്ലോ. പിന്നെ അതിങ്ങനെ വികസിച്ച് അനേകം തിരമാലകൾ ഉണ്ടാകുന്ന പോലെ ആ സച്ചിദാനന്ദ സമുദ്രത്തിൽ സച്ചിദാനന്ദൻ്റെ ശക്തിയായ മായ ഒരലയുണ്ടാക്കുന്നു. ആ അല ഇളകി ഈ പ്രപഞ്ചമായി പ്രകടമാകുന്നു. ഭഗവാൻ തന്നിലേക്ക് തന്നെ അതിനെ ലയിപ്പിക്കുന്നു, പ്രകടമാക്കുന്നു. ഇതൊക്കെ മായിക തലത്തിൽ മാത്രം. അപ്പോൾ ഭഗവാന്റെ മഹിമയെ, ഭഗവാന്റെ അവതാരങ്ങളെ, ഭാഗവതന്മാരുടെ കഥകളെയൊക്കെ പറഞ്ഞുകൊണ്ട് വേദവ്യാസ മഹർഷി രചിച്ച ഭാഗവതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ എന്ന് പറഞ്ഞും സൂതപൗരാണികൻ ഭാഗവതം പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇനി ഇതാ വ്യാസനാരദ സംവാദത്തിലൂടെ ഭാഗവതം അങ്ങ് വിടരുകയാണ്. അത് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം.